ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ദേ രാവിലെ ഒരു 7:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തെ വരെ വ്ളോഗ് പോലെ എടുക്കാമെന്ന്. ഇന്ന് ആക്ച്വലി ഒരു 10:45 ആകുമ്പോൾ വല്യമ്മയ്ക്ക് കണ്ണ് ഡോക്ടറെ കാണിക്കാനുണ്ട്. അപ്പോൾ അതിന് മമ്മി വരും രാവിലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് മമ്മി കറിയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അരി വെച്ചാൽ മതി, അരി ഇട്ടാൽ മതി. അപ്പോൾ ഉപ്പുമാവും ഇഷ്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയാണ്, ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് പോയിട്ട് വേണം കറിവേപ്പിലയും പറിച്ച് ഗേറ്റും തുറന്നിടാൻ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു കേട്ടോ പെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് രാവിലെ ആയപ്പോൾ. ഇന്നലെ രാത്രി ഞാൻ വൈകിട്ടാണ് കുളിച്ചത്. എന്നിട്ട് ഞാൻ പിന്നെ മടിയായിട്ട് ഈ നൈറ്റി അങ്ങ് എടുത്തിട്ടു. ഞാൻ ഈ ഗ്യാപ്പ്, അതായത് മഴ ഒന്ന് തുറന്ന് നിൽക്കുന്ന ഗ്യാപ്പിൽ ഞാൻ പോയി ഗേറ്റ് തുറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മമ്മി വരുന്ന സമയം കൊണ്ട് എനിക്ക് പിന്നെ ഗേറ്റ് തുറക്കാനായിട്ട് മഴ തുറന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ആ ഗ്യാപ്പ് കൂടെ തന്നെ ഞാൻ കറിവേപ്പില അങ്ങ് പറിച്ചിട്ടു കേട്ടോ. നമുക്കിന്ന് കറിവേപ്പില ആവശ്യമുണ്ട്. എനിക്കിപ്പോൾ അപ്പുറത്ത് കൂടെ ബാക്കിൽ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഫുൾ അങ്ങ് പുല്ല് മുളച്ചിട്ട് കാട് പോലെയായി. അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട്. ഞാനും പോകുന്നുണ്ട് വല്യമ്മയുടെ കൂടെ ആശുപത്രി കാണിക്കാനായിട്ട്. അതായത് മമ്മി ഞാനും വല്യമ്മയും കൂടിയാണ് പോകുന്നത്. വല്യമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് തിമിരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഒരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മരുന്നൊഴിച്ച് മാറി. പിന്നെ ഇപ്പോഴും വരുന്നുണ്ട്. കണ്ടോ, മഴ പെയ്തിട്ട് ആകെ ഇങ്ങനെ നശിഞ്ഞു കിടക്കുകയാണ്. ഇന്നലെ ഞാൻ പറിച്ചൊരു കപ്പളങ്ങ, കുഞ്ഞു കപ്പളങ്ങയാണ് കേട്ടോ. അത് പഴുത്ത ഒരെണ്ണം പറിച്ചപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചാടിയതാണ്. അതാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല, മഴയൊക്കെ പെയ്തുകൊണ്ട്. പിന്നെ ഞാനതങ്ങ് മറന്നുപോയി. ആകെ മൂടി കെട്ടി നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ് ഇതിങ്ങനെ കാണാനായിട്ട്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണിത്. ഇനി അധികം ആങ്ങിത്തൂങ്ങി നിന്നാൽ ശരിയാവത്തില്ല. പയ്യെ പയ്യെ ഓരോരോ പണികൾ ചെയ്യണം. മമ്മി വന്നാൽ ഉടനെ പോകും എന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ തലേ ദിവസം തന്നെ കാര്യങ്ങൾ, അതായത് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ അരിഞ്ഞ്, അതായത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തലേ ദിവസം തൊലി കളഞ്ഞ് വെക്കും കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങ് അരിഞ്ഞ് വെക്കുകയുള്ളൂ. അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും വല്യമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വല്യമ്മ എഴുന്നേറ്റ ഉടനെ തന്നെ ഗ്യാസിൻ്റെ ഒരു ഗുളിക കൊടുക്കും. പാൻറ്റോപ്പ് എന്നാണ് അതിൻ്റെ പേര്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയാം. വല്യമ്മയ്ക്ക് പാൻറ്റോപ്പാണ് കൊടുക്കണത്. അപ്പോൾ എഴുന്നേറ്റ് വന്ന ഉടനെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ അതങ്ങ് എടുത്ത് കൊടുക്കും. അതാണ് ഇപ്പോൾ എടുത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ ഇടുക. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കിട്ടും. ആ സമയം കൊണ്ട് ഞാൻ ഇഷ്ടക്കറിക്കുള്ള സാധനങ്ങളങ്ങ് അരിഞ്ഞ് വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ സവോളയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെക്കും. അതേപോലെ പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് വെക്കും, ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് വെക്കും. എന്നിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കാൻ സമയത്ത് അരിഞ്ഞെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട്, ഒരാക്കം കിട്ടും നമുക്ക്. പിന്നെ ഞാനെൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ എല്ലാം കൂടെ പണി അങ്ങോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര മടി കയറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൊലി അങ്ങ് കളഞ്ഞ് വെച്ചാൽ അരിഞ്ഞ് അങ്ങോട്ട് ആക്കാൻ എളുപ്പമാണല്ലോ. ഇതിപ്പോൾ സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്താണ്, ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങൾ അങ്ങ് അരിഞ്ഞ് വേവിക്കാൻ വെച്ചാൽ അത് അവിടെ അങ്ങ് കിടന്നായിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പുമാവിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ട്. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മമ്മിക്കും ഇഷ്ടമാണ്, എൻ്റെ അനിയൻ ബേസിലിനും ഇഷ്ടമാണ് എൻ്റെ ഈ ഉപ്പുമാവും ഇഷ്ടക്കറിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മമ്മിക്ക് കൊടുത്തു വിടാനും കൂടെയാണ് കേട്ടോ. മമ്മിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഉപ്പുമാവ് ഇഷ്ടക്കറി. അതങ്ങ് അടുപ്പത്തോട്ട് വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാക്കം കിട്ടുമല്ലോ. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ വലിയമ്മയ്ക്കുള്ള ചായ അങ്ങ് അടുപ്പത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ പിന്നെ തിരക്കായി പോയി. ഇപ്പം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഉപ്പുമാവ് ഉണ്ടാക്കി, ഇഷ്ടക്കറി ഉണ്ടാക്കി, വെള്ളം തിളപ്പിച്ച് വെച്ചു, ചായ ഉണ്ടാക്കി കൊടുത്തു, അരി അടുപ്പത്തിട്ടു, എല്ലാം ചെയ്തു. ഇനി എനിക്ക് റെഡി ആവണം. വലിയമ്മേനെ ഒന്ന് റെഡിയാക്കണം. എന്നിട്ട് വലിയ ഫുഡ് കൊടുക്കണം. അടുക്കളയൊക്കെ ഒതുക്കി. അതെ, ഇഷ്ടക്കറി ഇത് മമ്മിക്കും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്തിരി എൻ്റെ ഇഷ്ടക്കറി ഉപ്പുമാവും മമ്മിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, ഉപ്പുമാവ്. പിന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. ഇത് എനിക്ക് ചായ ഇടാനുള്ള പാത്രം ആയതുകൊണ്ട് ഞാൻ പിന്നെ കഴുകാഞ്ഞ കേട്ടോ. ഇത് വെള്ളം തിളപ്പിച്ച് വെച്ചു. അതെ, അരിയിട്ടുണ്ട്. ഇത് ചീറ്റിയിട്ടില്ല. ഒച്ച ഇത് ചീറ്റിയിട്ടില്ല. കണ്ടോ, അടുക്കളയൊക്കെ ഒതുക്കി. അങ്ങനെ അടുക്കളയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുറിയിലോട്ട് വന്നതാണ്. ചിലവരിങ്ങനെ അത് നേരത്തെ, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി. പക്ഷേ എനിക്കത് ഒട്ടും പറ്റില്ല. എനിക്ക് എപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഇഷ്ടം. അല്ലാതെ ഇതിപ്പോൾ ഓൾറെഡി നമ്മളിങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ബെഡ്ഷീറ്റ് ആകെ മെസ്സായിട്ട് കിടക്കുമല്ലേ, ആ മെസ്സ് പിന്നെ എനിക്ക് നേരെയാക്കാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആവും. ആദ്യം തന്നെ അത് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. അത് ശരിക്കും പലരും പറയുന്നത് പോസിറ്റീവ് ആണെന്നാണ്, പക്ഷേ എനിക്ക് എന്തോ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നൽകുന്നത്. അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. അപ്പോഴേക്കും പിന്നെ വലിയമ്മയ്ക്ക് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിന് ഞാൻ കുക്ക് ചെയ്യുന്നത്, അതായത് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കുറച്ച് തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു
അത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതാട്ടോ വീഡിയോ എടുത്തിട്ട് എന്നിട്ട് ഞാൻ പോയിട്ട് അങ്ങ് റെഡി ആയിട്ട് വന്നു. പോകാനിട്ടിരിക്കുന്ന ചുരിദാറാണ് കേട്ടോ അത്. എന്നിട്ട് ഞാൻ പിന്നെ ഭക്ഷണം ആയപ്പോൾ അത് ചൂടാറുന്നതിന് മുന്നേ, ഒന്നാമതിപ്പോൾ മഴ പെയ്യുമല്ലോ, ഇപ്പോൾ പെട്ടെന്ന് ചൂടാറുന്നതിന് മുന്നേ വലിയമ്മയ്ക്ക് ഇതങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എവിടെയെങ്കിലും പോകുമ്പോൾ വലിയമ്മ കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് ഭക്ഷണം അധികം കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് വിളമ്പിയാൽ മതി, എന്നിട്ട് ബാക്കി എടുത്തുകൊണ്ട് പൊക്കോന്ന്. അങ്ങനെ ഞാൻ വിളമ്പിയിട്ട് ബാക്കി എടുത്ത് കൊണ്ടുപോയി കേട്ടോ. ഇഷ്ടുക്കറി പിന്നെ വലിയമ്മ അപ്പം തന്നെ എടുത്ത് കഴിച്ചോളും. എന്നിട്ട് ഞാനും ദേ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഞാനിങ്ങനെ അടുക്കളപ്പുറത്ത് തന്നെ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് എന്താണെന്നറിയില്ല. അപ്പം ഞാൻ അടുക്കളപ്പുറത്ത് തന്നെ വന്നിരുന്ന് കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ മുറിയിൽ പോയി ഇരുന്ന് കഴിക്കും. ഇനിയിപ്പോൾ എനിക്ക് അത്രയും സമയം കളയാൻ അവിടെ വരെ പോയി നടന്ന് ഇരുന്നത് പിന്നെ കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങുന്നതാണ്. ഞാൻ എല്ലാവരോടും അങ്ങനെയാണ്. ഞാൻ ഇപ്പം മമ്മിയൊക്കെ വരികയാണ്, വലിയമ്മീനോടൊക്കെ ആണെങ്കിലും ഞാൻ പറയും കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങുക. അപ്പം നമുക്ക് ഫുഡിൻ്റെ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയാം. അപ്പോഴേക്കും പിന്നെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. മമ്മി ഉച്ചത്തേക്കുള്ള കറിയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, എന്നോട് വെക്കേണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പൊട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരാക്കമുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങ് ഒതുക്കി വെക്കുവാണ്. ഫ്രിഡ്ജിൽ കയറ്റാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റണം, ഇന്ന് എടുക്കാനുള്ളതൊക്കെ ഇന്ന് എടുക്കണം. അത് റംബൂട്ടാനാണ് കേട്ടോ കയ്യിലിരിക്കുന്നത്. അതായത് മമ്മിയൊക്കെ താമസിക്കുന്ന കോലഞ്ചേരി വീടിനടുത്തുള്ള ഒരു ടീച്ചർ കൊടുത്തതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അവിടെ ഈ പറഞ്ഞ പോലെ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ ഇതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇങ്ങനെ സീസൺ ആവുന്ന സമയത്ത് കൊണ്ടുവരും. ആ സമയം കൊണ്ട്, അതായത് മമ്മി വന്ന് ഞാനിത് എടുത്ത് വെക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിയായി എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇതിപ്പോൾ ഞങ്ങൾ അടി കൂടുകയാണ്. എന്താ കാര്യം എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് എന്തോ മമ്മി എന്നോട് പറഞ്ഞു, അതിന് ഞാൻ എന്തോ തിരിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ പിണങ്ങി പോവാണ് കേട്ടോ. എനിക്ക് ഒരു 2 മിനിറ്റ് ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്താൽ അപ്പം ഞങ്ങൾ അടിയാവും. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ മമ്മിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടക്കറി അങ്ങ് പാക്ക് ചെയ്യുവാണ്. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഉപ്പുമാവ് ഇഷ്ടക്കറിയും തന്നെ വെക്കണമെന്ന്. ഞാനിതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഉപ്പുമാവ് ഇഷ്ടക്കറി എന്ന്? എന്തായാലും ഇപ്പം എനിക്ക് വേറെ ഒന്നും അതിന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ഞാൻ പാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ കൊടുത്ത് വിട്ടാൽ ബേസിലിന്, അതായത് എൻ്റെ അനിയന് പിറ്റേ ദിവസം രാവിലെ കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഒരു ഫ്രിഡ്ജിലിരുന്നോളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ദിവസമൊക്കെ സുഖസുന്ദരമായിട്ട് ഫ്രിഡ്ജിലിരുന്നോളും. അങ്ങനത്തെ ഒരു കുഴപ്പവുമില്ല. പിന്നെ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് വേറെ ഇന്ന് പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോകുകയും ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയത്. ഞാൻ ആക്ച്വലി എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഇതേ പോകാൻ ഇറങ്ങുകയാണ്. ഇപ്പോഴാണ് ട്വിസ്റ്റ്. ഇതിന് മുന്നേ, അതായത് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു, അല്ലടി നീ വരേണ്ട ആവശ്യമുണ്ടോ, ഞാൻ കൊണ്ടുപോയാൽ പോരെ, ഓട്ടോയ്ക്കല്ലേ കൊണ്ടുപോകണേ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന്. ശരിക്കും വലിയമ്മയ്ക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചത്, എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ. അപ്പോൾ മമ്മിയായിട്ടും കൂടെ പറഞ്ഞു, നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാനായിട്ട് കൊണ്ടുപോക്കോളാം. പിന്നെ അതങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് മടിയായിട്ടോ. ഇത് നമ്മൾ സ്ഥിരം വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ അപ്പോൾ വരും. അപ്പം അങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയമ്മീനെ വലിയമ്മേനെയും മമ്മീനെയും കയറ്റി വിട്ടു. ഞാൻ വലിയ കാര്യത്തിന് റെഡി ആയിട്ടൊക്കെ നിന്നതാ. അപ്പോൾ മമ്മി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നീ വരണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കോളാന്ന്. പിന്നെ അത് കേട്ടപ്പോൾ എനിക്കങ്ങോട്ട് മടിയായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോവണ്ടാന്ന്. അപ്പോൾ മമ്മി കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ബീൻസും ക്യാരറ്റും തോരനും, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും, മോര് കറിയും, മീൻ വറുക്കാനുണ്ട്. അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി മമ്മിക്കുള്ള ഇഷ്ടവും സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. അപ്പം അങ്ങനെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഇത് ഫുൾ സെറ്റ് ചെയ്തു. ഇത് മമ്മിക്ക് കൊണ്ടുപോകാനുള്ളത്. ഇത് ചോറ്, കറികൾ, ഉപ്പുമാവ്, പാത്രം കഴുകി ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളം പിടിച്ച് വെച്ചതാണ്. വെള്ളം നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം പിടിച്ച് വെച്ചതാണ്. ബാക്കിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് അടിച്ചു വരുമ്പോഴേക്കും തുമ്മൽ അങ്ങോട്ട് തുടങ്ങി. ഇനി കുറച്ചു നേരം പോയി കിടന്നില്ലെങ്കിൽ മൈഗ്രെയിൻ വരും. കണ്ടോ, ഇവിടെയൊക്കെ ഞാനങ്ങ് എനിക്കിങ്ങനെ ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. ഇവിടെ വെള്ളം നിന്നു. ഞാനൊന്ന് കിടന്നെഴുന്നേറ്റപ്പോഴേക്കും വെള്ളമില്ല. അപ്പം ഞാൻ വാഴയില വെട്ടിക്കൊണ്ട് വരട്ടെ, എന്നാലാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എന്നും അതെ, ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് നിൽക്കും, അല്ലെങ്കിൽ രാവിലെ നിൽക്കും, അല്ലെങ്കിൽ രാത്രി. ഇന്നലെ രാത്രി നിന്നു, എന്നിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും നിന്നു. എന്നും ഈ പൈപ്പ് പൊട്ടല.
എന്നിട്ട് ഞാൻ വന്നിട്ട് മീൻ അങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു. കറിവേപ്പില നമ്മൾ രാവിലെ തന്നെ പൊട്ടിച്ചതുണ്ടല്ലോ. ഈ മീൻ മാരിനേറ്റ് ചെയ്തിട്ട് മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. അതായത് ഫ്രഷാണ്. എനിക്ക് ഈ മീനിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. അതായത് അതിൻ്റെ പേര്, കാര്യങ്ങൾ, വേവ്, അങ്ങനെ സംഭവങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ചില സമയത്ത് ഇവിടെ വാങ്ങിക്കും. ഇതേപോലെ മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ മമ്മി ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വെള്ളമില്ലെന്ന്. അപ്പോൾ പാത്രം അത്രയും കുറച്ച് കഴുകിയാൽ മതിയല്ലോ. ഇലയിലാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ. ഓൾറെഡി മഴ പെയ്തിട്ട് ഇല ക്ലീൻ ആയിരുന്നു. പിന്നെ ഞാനതൊക്കെ അങ്ങ് തുടച്ച് കുട്ടപ്പനാക്കി. എന്നിട്ട് ഞാൻ ആവി കയറ്റാൻ, അതായത് കറികളൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം, അതായത് തലേദിവസം രാത്രി വെള്ളം നിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം കുറച്ച് പിടിച്ച് വെച്ചതായിരുന്നു ഞാൻ. അപ്പോൾ അത് കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ആവി കയറ്റാനായിട്ട് കറികൾ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഇഡ്ഡലിച്ചെമ്പ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 സെറ്റ് കറികൾ, അതായത് പാത്രം കുഞ്ഞതാണെങ്കിൽ ഒരു 5 സെറ്റ് കറികളൊക്കെ പുഷ്പം പോലെ ഇഡ്ഡലിച്ചെമ്പിൽ അങ്ങ് കൊള്ളും. പിന്നെ ഞാൻ അടപ്പെടുക്കാൻ അപ്പുറത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ ട്രിപ്പിന് എല്ലാ കറിയും അങ്ങ് ചൂടായി കിട്ടും. നമുക്ക് ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ് കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെയൊക്കെ അങ്ങ് ഒതുക്കി പെറുക്കി ഇട്ടു. ഇതിപ്പോൾ തന്നെ ആവി കയറ്റുന്നില്ല, അവർ വരുന്ന സമയം കൊണ്ട് ആവി കയറ്റിയാൽ മതിയല്ലോ. അപ്പം ഞാനതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടതാണ്. എനിക്കിങ്ങനെ അവിടെ ഇവിടെ വെള്ളം കിടക്കണ കാണുമ്പോൾ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. അവിടെ ക്ലീൻ ആയി എന്ന് എനിക്ക് അങ്ങോട്ട് ബോധ്യപ്പെടാൻ പറ്റില്ല. അപ്പം ഞാൻ അതൊക്കെ അവിടെ അങ്ങ് തുടച്ച് വൃത്തിയാക്കി. ഞാൻ ആവി കയറ്റാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. മീൻ വറുത്തും കഴിഞ്ഞു. ഇനി വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ റംബൂട്ടൻ കഴിയും. ഇത് മമ്മി വന്നപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാന്നാണ്. ഞാനിതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെട്ടും പൂച്ചയാണല്ലോ. എന്നിട്ട് ഇങ്ങനെ തുറക്കാൻ പറ്റില്ല, എങ്ങനെയൊന്ന് തുറക്കാൻ പറ്റും. 2 പീസാക്കും. ചിലവരിത് ഇങ്ങനെ എടുത്ത് വായിലിടും. എനിക്കത് പറ്റില്ല കേട്ടോ. ഞാൻ ഇത് പിന്നെ ഒന്ന് മുറിക്കും. ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇങ്ങനെ പൊളിക്കുമ്പോൾ കുരുവും ഫ്ലഷും വേറെ വേറെ വരും കേട്ടോ. ഫ്ലഷ്, കുരു കണ്ടോ? കുരു ഭയങ്കര ക്ലീൻ കുരുവാണ്. എന്നിട്ട് കഴിക്കാം. 0 വേസ്റ്റേജ്. എനിക്കിതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ ചപ്പി പിന്നെ അതിൻ്റെ കുരു തുപ്പി എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ? സിമ്പിളായിട്ട് കഴിക്കാം. ഞാനിങ്ങനെയാണ് റംബൂട്ടാൻ കഴിക്കുന്നത്. ഞാൻ വായിലേക്ക് മൊത്തമായിട്ട് എടുത്തിട്ട് ചിലവരിങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കും. എനിക്കതറിയില്ല, കത്തി വേണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പാപ്പി ഓടി വരുന്നതാണ് എന്താ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്പറേഷൻ വേണം എന്നാണ് പറഞ്ഞത്. ഇത്തിരി കൂടിയിട്ടുണ്ട്, അതിൻ്റെയാണ് ആ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മമ്മി പോവാണ് കേട്ടത്. അപ്പം തന്നെ വന്നിട്ട് ആക്കിയിട്ട് പോകണമല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് പോയത്. അങ്ങനെ മമ്മി പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വലിയമ്മയ്ക്കുള്ള ഫുഡ് അങ്ങ് എടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ കണ്ട ഇലയിലാണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇലയോ പ്ലേറ്റ്, ഇപ്പോൾ പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് വെച്ച് കൊടുക്കും, ഇലയാണെങ്കിൽ ഇല വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചോറ് കൊണ്ടുവന്നിട്ട് ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ വേസ്റ്റേജ് വരില്ല. വലിയമ്മയ്ക്ക് വേണ്ട എത്രയാണെന്ന് വലിയമ്മയ്ക്ക് സൗകര്യമുണ്ട്, എനിക്കും വിളമ്പി കൊടുക്കാനും എടുത്തു വെക്കാനൊക്കെ സൗകര്യമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വലിയമ്മ ഭക്ഷണം കഴിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു വൈകുന്നേരം പഴംപൊരി ഉണ്ടാക്കാമെന്ന്. കുറച്ച് പഴം ഇതേപോലെ കറുത്ത് വരുന്നുണ്ട്, പഴുപ്പ് കൂടുതലായിട്ട്. അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല മഴക്കാറും വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം നല്ലൊരു മഴയത്ത് പഴംപൊരിയും ചായയൊക്കെ ഇരുന്ന് പഴംപൊരി കഴിച്ച് ചായയൊക്കെ കുടിക്കാമെന്ന്. ഞാൻ എപ്പോഴും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ബാറ്റർ ഉച്ചയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി എളുപ്പമുണ്ട്. പിന്നെ ബാറ്റർ ആണെങ്കിലും ഇങ്ങനെ ഉച്ചയ്ക്ക് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി വരും. പക്ഷേ അതങ്ങനെ പുളിച്ച് പൊന്തും അങ്ങനെയൊന്നും ചെയ്യാറില്ല. എനിക്കങ്ങനെ പുളിച്ച് പൊന്താറൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് അടിപൊളിയാവും. പിന്നെ എളുപ്പമുണ്ടല്ലോ, വൈകുന്നേരം അങ്ങ് ചുട്ടാൽ മതിയല്ലോ. ഉച്ചയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതിങ്ങനെ ബാറ്റർ സെറ്റ് ചെയ്ത് വെച്ചാൽ. എന്നിട്ട് അവിടെയൊക്കെ അങ്ങ് ക്ലീൻ ചെയ്തിട്ട് ഞാനും കഴിക്കാനിരുന്നു. ഞാൻ എൻ്റെ മുറിയിൽ പോയിട്ട് കേട്ടോ പതിവ് പോലെ ഇരുന്ന് കഴിക്കുന്നത്. കറിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ചോറൊക്കെ എടുത്തുകൊണ്ട് വെച്ച് വിളമ്പി ഞാൻ കം തിന്നുകയാണ്. എൻ്റെ പല വീഡിയോസിലും
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ഒന്നെങ്കിൽ എൻ്റെ മുറിയിൽ പോയിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ ഞാൻ അടുക്കളപ്പുറത്ത് ആ പടി ഉണ്ടല്ലോ അവിടെ ഇരുന്നിട്ടും എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ മുറിയിലിരുന്ന് കഴിക്കുകയാണ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന ഫോട്ടോ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഇലയുടെ കോലാണ് അത്. എന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ മഴ ചാറലൊന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ കണ്ടോ, ആകെ ഇല പൊഴിഞ്ഞ് വൃത്തികേടായിട്ടുണ്ട്. വൈകുന്നേരം ഇതൊക്കെ അടിക്കാനുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല മൂടിക്കെട്ടി നിൽപ്പുണ്ട്. നല്ല മഴയാണ് വൈകുന്നേരത്തേക്ക് വരാൻ പോകുന്നതെന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഭയങ്കരമായിട്ട് മൂടിക്കെട്ടി നിൽപ്പുണ്ട്. എന്നിട്ട് ഞാനൊന്ന് പോയി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ എപ്പോഴും വൈകുന്നേരമാണ് ഈ പാത്രത്തിലോട്ട് മറ്റേ വേറെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയില്ലേ സെർവ് ചെയ്ത് വെക്കുന്നതൊക്കെ വൈകുന്നേരമാണ് കേട്ടോ. അതുവരെ ഞാൻ മിക്കവാറും ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ഫുഡ് വെക്കാറ്. എന്നിട്ട് വൈകുന്നേരം ഇതേപോലെ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകിയെടുക്കും. എനിക്കിങ്ങനെ രാവിലെ തന്നെ ഇങ്ങനെ വലിയ പാത്രങ്ങൾ കഴുകുക അങ്ങനെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത പാത്രം തന്നെ എടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ അങ്ങ് പോയി കുളിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് കൂടുതൽ പണിയെടുത്താലും എനിക്ക് പ്രശ്നമില്ല. മറ്റത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു പാത്രത്തിലേക്ക് വൈകുന്നേരങ്ങളിലാണ് ആക്കി വെക്കുക. എന്നിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ആവശ്യമില്ലാത്ത ഫുഡൊക്കെ വൈകുന്നേരം ഫ്രിഡ്ജിലേക്ക് വെക്കും. അത്താഴത്തിന് എന്താ വേണ്ടത് അത് മാത്രമാണ് ഞാൻ വൈകുന്നേരം വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പണി കുറവാണ്, കുറച്ച് പാത്രങ്ങൾ കഴുകിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. എന്നിട്ട് അതൊക്കെ അങ്ങ് കഴുകി വാരി എടുത്തു. എന്നിട്ടാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അടുക്കളയൊക്കെ അങ്ങ് ഒതുങ്ങിയിട്ടുണ്ടാവും, നീറ്റായിട്ടുണ്ടാവും, സമയം കിട്ടും, സ്ഥലം കിട്ടും, കുറച്ച് സമാധാനമായിട്ട് പഴംപൊരി ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യാം. ഞാനിത് മിക്കവാറും പഴംപൊരി ഉണ്ടാക്കുന്നത് പഴം ഇങ്ങനെ ഒന്ന് നന്നായി പഴുത്ത് അത് ഇങ്ങനെ പുറം കറുത്ത് വരില്ലേ, അങ്ങനെയാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കുകയുള്ളൂ. എന്നാലാണ് ടേസ്റ്റ് ഉള്ളൂ. പിന്നെ ഇവിടെ കൂടുതലും വലിയമ്മയാണ് പഴം ഇങ്ങനെ ഏത്തപ്പഴം കഴിക്കുകയുള്ളൂ. അതും പച്ചയ്ക്ക് കഴിക്കില്ല, പുഴുങ്ങി കൊടുത്താൽ ഇതേപോലെ വൈകുന്നേരം ചായക്ക്, എൻ്റെ ഷോർട്ട് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വൈകുന്നേരം ചായക്ക് വലിയമ്മയ്ക്ക് ഞാനിങ്ങനെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കൊടുക്കുന്നത്. പുള്ളിക്കാരി അതേ കഴിക്കുകയുള്ളൂ. അപ്പം അതിങ്ങനെ ആ ഏത്തപ്പഴം ഇങ്ങനെ ഇരുന്ന് കറുത്ത് കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഡെയിലി ഒന്നും ഇങ്ങനെ എണ്ണപ്പലഹാരം ഉണ്ടാക്കില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വലിയ പഴം ഒറ്റയ്ക്ക് അങ്ങനെയല്ല പഴംപൊരി ഉണ്ടാക്കുക. ഇതേപോലെ നടു മുറിച്ചിട്ട് പിന്നെ അതൊരു 3 സ്ലൈസ് ആക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നത്. എൻ്റെ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാവർക്കും എൻ്റെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങ് പൊരിക്കാൻ നിൽക്കുവാണ്. ഞാൻ ഇങ്ങനെ എണ്ണ ചൂടായോ എന്ന് ഒരു തുള്ളി ഇങ്ങനെ ഇട്ട് നോക്കൂ കേട്ടോ. അത് സക്സസ്ഫുള്ളായാൽ മാത്രമാണ് ഞാനിങ്ങനെ പഴമായിട്ട് അങ്ങനെ ഇട്ട് വറുത്തെടുക്കുകയുള്ളൂ. ആദ്യം ഒരു ഡ്രോപ്പ് മാവ് മാത്രമായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അത് പെട്ടെന്ന് പൊന്തി വരുവാണെങ്കിൽ എണ്ണ പാകം ചൂടാണെന്നാണ് കേട്ടോ അർത്ഥം. എന്നിട്ട് ഞാൻ 4 പഴം ഒറ്റ ട്രിപ്പിൽ അങ്ങ് പൊളിച്ചെടുക്കാൻ പറ്റും. ഇവിടെ എപ്പോഴും 2 പഴമായിട്ടാണ്, അതായത് 4 സ്ലൈസ് ഒറ്റ ട്രിപ്പിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് ഞാനതായപ്പോൾ വലിയമ്മയ്ക്ക് അങ്ങ് കൊണ്ട് കൊടുത്തു. എനിക്ക് ഇച്ചിരി കൂടെ പണി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പണി ഇങ്ങനെ കിടന്നാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എനിക്കങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നില്ല. ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പയ്യെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിതിങ്ങനെ ചൂടോടെ കഴിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് എന്ത് സാധനം അതെ നന്നായി ആറിയിട്ടാണ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാണ് ചൂടിങ്ങനെ എടുത്ത് വായിലോട്ടിടാൻ. എനിക്ക് ഒരു സാധനവും ചൂടോട് കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എല്ലാം മാറിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെയുള്ള എൻ്റെ വൈകുന്നേരത്തെ പണിയുടെ പ്രധാന ഭാഗമാണ് ഈ ഗ്യാസിൻ്റെ ആ ഏരിയ അങ്ങ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇതിപ്പോൾ മറ്റേ എണ്ണയൊക്കെ തെറിച്ച് ആകെ കുളമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ക്ലീൻ ചെയ്തതല്ല. അല്ലെങ്കിലും വൈകുന്നേരം ഈ സമയത്ത്, അതായത് കുളിക്കുന്നതിന് മുന്നേ, വൈകുന്നേരമാണ് ഞാൻ കുളിക്കുന്നത്, ഒരു സന്ധ്യാസമയത്താണ് ഞാൻ കുളിക്കുന്നത്. അതിന് മുൻപാണ് ഞാൻ ഈ ഏരിയയൊക്കെ ഇതേപോലെ ആഞ്ഞടിച്ച് ഇങ്ങനെ വൃത്തിയാക്കുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും എന്നല്ലാണ്ട് ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യൂല കേട്ടോ. എനിക്കത് പിന്നെ അതായത് വൈകുന്നേരം ഇതേപോലെ എണ്ണ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടെങ്കിൽ അവിടെ പിന്നെ എണ്ണ തിറയ്ക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാനതിന് മുതിരയില്ല. ഇനിയിപ്പം അങ്ങനെ മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വൈകുന്നേരം കഞ്ഞിയാക്കി എടുത്താൽ മതി. അതൊന്നും അങ്ങനെ ഇനി അവിടെ ഇങ്ങനെ വൃത്തികേടാവില്ല. അപ്പം നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച് അപ്പം തന്നെ വൃത്തികേടാവുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ പണിയും വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു സമയത്തോടു കൂടി പണികളൊക്കെ തീരും. അത് കഴിഞ്ഞിട്ടാണ് ഞാനവിടെ വൃത്തിയാക്കാൻ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ആ ഗ്യാസിൻ്റെ മുകളിൽ വെക്കുന്ന ആ കിടുതാപ്പുകളൊക്കെ അങ്ങ് കഴുകി എടുക്കുവാണ്. എന്നിട്ട് ഇതൊക്കെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതൊക്കെ അങ്ങ് കഴുകി വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ പോയി അങ്ങ് സെറ്റായിട്ടിരിക്കും.
അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഒതുക്കി തൂത്ത് പെറുക്കി ഇട്ടതിന് ശേഷം ഞാൻ ദേ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇപ്പം മഴയാണെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് മുറ്റം അടിച്ച് വരാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇല വീണിട്ട് ആകെ ഇങ്ങനെ നാശമായി കിടക്കുകയാണ്. രാവിലെ ഞാൻ ഇതേപോലെ മുറ്റം അടിച്ച് വരില്ല, ഞാൻ വല്ലാതെ അങ്ങ് ക്ഷീണിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഡീമോട്ടിവേറ്റഡ് ആവും. ഞാൻ ഇങ്ങനത്തെ ഹെവി പണികൾ, ഇങ്ങനെ മെസ്സ് വൃത്തിയാക്കുന്ന ഇതൊക്കെ ഇങ്ങനെ വൈകുന്നേരങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുറ്റടി പരിപാടികളൊക്കെ തന്നെയാണെങ്കിലും ഞാൻ വൈകുന്നേരം ചെയ്യുള്ളൂ. ഗ്യാസ് ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ പരിപാടികളും എനിക്ക് വൈകുന്നേരം ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ കിടക്കുമ്പോഴാണെങ്കിലും കുറേ പണി ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് അങ്ങ് കിടക്കാമല്ലോ. എനിക്ക് അങ്ങനെ ആട്ടോ കുറച്ചും കൂടെ താല്പര്യം. അങ്ങനെ ഞാനതൊക്കെ അങ്ങ് തൂത്ത് പെറുക്കി ഇടുവാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ മുറ്റം, ഈ മുറ്റം അടുക്കള ഭാഗത്തുള്ള മുറ്റം അതായത് അടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെ ഞാൻ എപ്പോഴും രാവിലെ ആണെങ്കിലും ആദ്യം വന്ന് തുറക്കുന്നത് അടുക്കള ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്തൊക്കെ മഴയാണെങ്കിലും ഞാനിത് അടിച്ച വാരി തൂത്തിടും കേട്ടോ. ഞാൻ ഓടിപ്പോയിട്ട് അങ്ങ് കുളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് കുടിച്ചു. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോഴേക്കും മഴ പെയ്തു. അപ്പം ഞാൻ പിന്നെ അതിനിടയ്ക്ക് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു. ഭയങ്കര ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാത്റൂം പുറത്താണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് ഇപ്പോഴും ഭയങ്കര മഴയാണ്. എനിക്ക് ഗേറ്റ് പൂട്ടാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. മഴയൊന്ന് തുറന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ഇവിടെ നിർത്താം എന്ന്. ഇനി അങ്ങോട്ട് ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കുക, കുടിക്കുക, വേറെ ഒന്നും ഉണ്ടാക്കുന്ന അങ്ങനെയൊന്നുമില്ല. ഞാൻ പഴംപൊരി കഴിച്ചില്ല, എനിക്ക് അതിനോടൊരു സാവകാശം കിട്ടിയില്ല. അപ്പോഴേക്കും മഴ പെയ്ത് ഞാൻ പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ടങ്ങ് വന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞാൻ മൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.